നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെ കുറിച്ചാണ്. ആമമോതിരം. ഈ ആമമോതിരം എന്ന് പറയുന്നത് ഒരു ഫാഷൻ ആക്സസറി മാത്രമല്ല, പാരമ്പര്യമായിട്ട് വിശ്വസിച്ചു പോരുന്ന പലതരം വിശ്വാസങ്ങളുണ്ട് ഇതിന്റെ പിന്നില്. എന്തുകൊണ്ടാണ് ധാരാളം ആളുകള് ഈ ഒരു മോതിരം വിശ്വാസത്തോടെ ധരിക്കുന്നത്? സാമ്പത്തിക കാര്യങ്ങളിലും ആകർഷണ ശക്തിയിലും ഈ മോതിരത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഈ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആമ അല്ലെങ്കിൽ ടോർട്ടോയ്സ് വിവിധ സംസ്കാരങ്ങളിൽ ഒരു ദൈവിക പ്രതീകമായിട്ടാണ് കാണപ്പെടുന്നത്. ഹിന്ദു സംസ്കാരത്തിലെ കൂർമാവതാരം മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരം ആമയുടെ രൂപത്തിലായിരുന്നു. പാലാഴി മദനത്തിലെ പ്രധാന പങ്കുവഹിച്ചത് കൂർമാവതാരമാണ്. ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ആമയെ കാണുന്നത്. വെള്ളിയിൽ തീർത്ത ആമമോതിരം അണിഞ്ഞാൽ ഐശ്വര്യം നമ്മളെ തേടിയെത്തുമെന്നാണ് വിശ്വാസം. ചിലർ ഫാഷന്റെ പ്രതീകമായിട്ടാണ് ആമമോതിരത്തെ കാണുന്നതെങ്കിൽ മറ്റു ചിലർ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് ധരിക്കുന്നത്. എന്നാൽ ചില രാശിക്കാർ ആമമോതിരം ധരിക്കരുതെന്നും അശുഭകരമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. ആ രാശിക്കാര് മേടം, കന്നി, വൃശ്ചികം, മീനം. ഈ രാശിക്കാർക്ക് ആമമോതിരം പറ്റില്ലെന്നാണ് വിശ്വാസം. ഈ രാശി ചിഹ്നങ്ങൾ ജലമൂലകത്തിന്റെ രാശി ചിഹ്നങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി എവിടെയാണ് ആമമോതിരം ധരിക്കേണ്ടതെന്ന് നോക്കാം. വലതു കൈയിലോ ചൂണ്ടുവിരലിലോ നടുവിരലിലോ ആണ് ഇത് ധരിക്കേണ്ടത്. ആമയുടെ തല എപ്പോഴും നിങ്ങളുടെ നേരെയായിരിക്കണം. ആദ്യമായി ധരിക്കുന്നത് വ്യാഴം അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാകുന്നത് കൂടുതൽ അഭികാമ്യം. ആമമോതിരം വാങ്ങി വന്നു കഴിഞ്ഞാൽ നന്നായി ശുദ്ധവെള്ളത്തിൽ കഴുകുക. ശേഷം റോസ് വാട്ടർ, കാച്ചാത്ത പാൽ, ഗംഗാജലം ഇതിലേതെങ്കിലും 2 മണിക്കൂർ ഇട്ടുവെക്കാം. ശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം വിരലിൽ അണിയാവുന്നതാണ്. ഈ മോതിരം അണിഞ്ഞാല് ആമയുടെ ചിന്താഗതി പോലെ നമ്മൾക്ക് ഉറച്ച നിലപാടുകളും പെരുത്ത ശക്തിയും ലഭിക്കും. ഈ മോതിരം ധരിച്ചാൽ പണം എത്തുമെന്നതല്ല, പക്ഷെ മാനസികമായി സാമ്പത്തിക തീരുമാനങ്ങൾ ശാന്തമായി എടുക്കാൻ സഹായിക്കും. നമ്മുടെ ഉള്ളില് ശാന്തത ഉണ്ടാകുമ്പോഴാണ് ശരിയായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയുന്നത്. കുടുംബത്തിൽ ഒരു ഐക്യവും സമാധാനവും ഒക്കെ നമുക്ക് കിട്ടും. ശനിദോഷ നിവാരണത്തിന് ആമമോതിരം ധരിക്കുന്നത് ഉത്തമമാണ്. ആമമോതിരം ധരിക്കുന്നതിന് മുമ്പ് 11 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഓം കുജായ നമഃ. മനസ്സിൽ 11 പ്രാവശ്യം ഇത് ചൊല്ലിയതിനു ശേഷം വെള്ളിയിലുള്ള ആമമോതിരം നമുക്ക് ധരിക്കാവുന്നതാണ്. മറ്റൊരാൾ ഉപയോഗിച്ച മോതിരം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊരു ആചാരപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഈ ഒരു മോതിരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ലൈക്കും കമന്റ്സും ഒക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നന്ദി. വീണ്ടും കാണാം. ഭദ്രേ നാരായണ.